എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നോർത്തിലൊക്കെ വളരെ പോപ്പുലർ ആയതും എന്നാൽ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തതായ ബൈങ്കൺ ഭർത്ത എന്നുള്ളൊരു ഐറ്റം പരിചയപ്പെടുത്താനാണ്. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോ കാണാം ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സൈസുള്ള ഒരു വഴുതനങ്ങയാണ്. അപ്പോൾ വഴുതനങ്ങ കഴുകി രണ്ട് സൈഡ് ചെറുതായിട്ടൊന്ന് കീറി നോക്കുക. അതായത് എന്നിട്ട് തന്നെ ഒന്ന് തുറന്ന് നോക്കുക. ഉള്ളിൽ മുഴുവൻ കീറണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ വല്ല പുഴുവോ അല്ലെങ്കിൽ വല്ല കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുകളിൽ ഇത്തിരി എണ്ണ തടവി നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. ഒരു ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ വഴുതനങ്ങ വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഫ്ലെയിമിലല്ല വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് അതിനെ എല്ലാ സൈഡും ഒരുപോലെ വേകുന്ന മാതിരി അതിനെ ചുട്ടെടുക്കുക. ആ ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുമാതിരി മല്ലിയുടെ ഇല, അതുമാതിരി ഒരു സവോള, ഒരു തക്കാളി, ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ സവോളയും തക്കാളിയും ഒക്കെ എരിയുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വഴുതനങ്ങ ഒന്നും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. എന്താ വെച്ചാൽ ഉള്ളിൽ സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും, അധികം ടൈം എടുക്കില്ല. മുകളിലത്തെ ആ തൊലി മാത്രം ഒന്ന് പൊള്ളി അതിങ്ങനെ ഉള്ളിൽ സോഫ്റ്റായി വരുമ്പോൾ നമുക്കത് എടുത്തു മാറ്റാം. വഴുതനങ്ങ ഇവിടെ ചുട്ട് ശരിയായിട്ടുണ്ട്. അപ്പം നമുക്കതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറുമ്പോൾ ഇതിൻ്റെ തൊലൊക്കെ കളഞ്ഞു വെക്കാം. തക്കാളിയും സവോള ഐറ്റംസൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇവിടെ സാധാരണ എല്ലാ കറികൾക്കും ജീരകമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരണമെങ്കിൽ ജീരകം ചേർക്കണം. അപ്പോൾ ആ ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചി, പച്ചമുളക്, അതുമാതിരി വെളുത്തുള്ളി, ഈ മൂന്നും ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചാണ് വെച്ചിരിക്കുന്നത്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ സാധാരണയായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് രൂപത്തിലാണ് എല്ലാ കറികളിലും ചേർക്കാറ്. അതിന് ചില കാരണങ്ങളുണ്ടായിരിക്കാം. ചിലർക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും കടിക്കുന്നത് അത്ര താല്പര്യം ഇല്ലായിരിക്കാം. എന്നാൽ ഭക്ഷണത്തിൽ ഇതിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ രുചി വളരെ എന്താ പറയുക നല്ലതുമാണ്. അപ്പോൾ നമുക്കും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനും പേസ്റ്റാക്കിയിട്ടാണ് ഇതിൽ സാധാരണ ചേർക്കാറ്. അത് കഴിഞ്ഞാൽ അതൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമുളകൊന്നും മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള ചേർക്കാം. സവോള നല്ലോണം ഒന്ന് വഴറ്റി എണ്ണയിലൊന്ന് വഴറ്റി വരണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് വഴറ്റി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, അത് ഓരോരോ സ്പൂണ്, ചെറിയ സ്പൂണാണ്, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമുളക് ചേർക്കുന്ന കാരണം ഇപ്പോൾ മുളക് പൊടി ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അതൊന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ ഉടനെ തക്കാളി നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് എണ്ണയിൽ ഒന്ന് ആ തക്കാളി ഒന്ന് ഗ്രേവി ആവുന്ന പോലെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് വേവിച്ചെടുക്കണം എണ്ണയിൽ. മല്ലിപ്പൊടി അതുമാതിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട ശേഷം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ. അധികം ഒന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മസാലയുടെയൊക്കെ ടേസ്റ്റ് മാറും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടി. നല്ല കളറും കിട്ടും, നമുക്ക് പാകത്തിന് എരിവേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ആയി നമ്മുടെ മസാല ഒരുവിധം കൂടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചുട്ടു വെച്ച വഴുതനങ്ങയുടെ തോലൊന്ന് കളയാം.
വളരെ ഈസിയാണ് തോല് കളയാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ പുരട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോരും, ഒരു വിഷമവും ഇല്ല. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തി നമ്മൾ തൊടുമ്പോഴേക്കും അതിങ്ങനെ നമ്മുടെ കയ്യിൽ പോരും. അപ്പം എല്ലാ തോലും നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞ് അതിനെ ആ ഞെട്ടിയൊക്കെ ഒന്ന് അരിഞ്ഞ് കളഞ്ഞ് കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ തന്നെ സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അരിഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ തന്നെ അത് നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടും. ഇവിടെ ചൂടാണ്, ഉള്ളിൽ ചൂടാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കത്തി ഉപയോഗിച്ച് അതിനൊന്നിങ്ങനെ ഇതാക്കിയെടുക്കുന്നത്. ബാക്കി കയ്യിൽ വെച്ച് ഉടച്ചാലും നമുക്ക് പേസ്റ്റ് രൂപത്തിലായി കിട്ടും. അപ്പം നമ്മളുണ്ടാക്കി വെച്ചേക്കണം ആ മസാലക്കൂട്ടിലേക്ക് ചുട്ട് വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഒരുവിധം പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബാക്കിയുള്ള പേസ്റ്റ് നമ്മൾ കയ്യിലോണ്ട് ഉടച്ചു കൊടുത്താൽ തന്നെ നല്ല പരുവത്തിലായി കിട്ടും. ആ മസാലയും ആ വഴുതനങ്ങയും ഒക്കെ കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനിയാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പ് ആദ്യം ചേർക്കാൻ പറ്റിയിരുന്നു, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇതിലധികം വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത കാര്യം നമ്മൾ ലാസ്റ്റാണ് ചേർത്താൽ മതി. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുമാതിരി കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അതിനേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കട്ടിയായിട്ടിരിക്കുന്നത് ഇത്ര കട്ടി ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്ത് അതിനെ ലൂസാക്കാം. എന്താ വെച്ചാൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇതിൽ. കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാം. അതിനുശേഷം കുറച്ച് അരിഞ്ഞു വെച്ച മല്ലിയുടെ ഇലയും കൂടി ചേർത്ത് അതിനെ യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് അതിനെ വേവിക്കണം. എന്നാലേ ആ വഴുതനങ്ങയിലേക്ക് അതിൻ്റെ മസാലയൊക്കെ കയറി ഒന്നില്ല അവിടെ ഒന്ന് വെന്ത് കിട്ടി ഒരു പരുവത്തിലായി കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ്, നല്ല മണം വരുന്നുണ്ട്. ആ മല്ലിയുടെ ഇലയും അതുമാതിരി ഗരം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ഒരു മണം വരുന്നുണ്ട്. ഒന്ന് രുചിച്ച് നോക്കുക, ഉപ്പും എല്ലാം പാകമാണോന്ന് നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് കുറച്ച് ചപ്പാത്തി പരിപാടിയും കൂടി ഉണ്ട്. ചപ്പാത്തി ഇവിടെ വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമല്ല, ബാജറയുടെ ആട്ടയും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടിയും അതുമാതിരി ബാജറയുടെ ആട്ടയും രണ്ടും അരിക്കണം. എന്താ വെച്ചാൽ അരിച്ചില്ലെങ്കിൽ ഊമി നല്ലോണം ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് അരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളിവിടെ വാങ്ങണ പൊടിയല്ല കേട്ടോ, ഇതൊന്നും കടയിൽ നിന്ന് വാങ്ങണ അങ്ങനത്തെ പൊടിയല്ല, റെഡിമെയ്ഡ് പൊടിയല്ല. ഇതൊക്കെ പൊടിച്ച് കിട്ടുന്ന മില്ലുകളിൽ നിന്ന് പൊടിച്ച് കിട്ടുന്നുണ്ട് നമുക്ക്. അതുമാതിരി ഫ്ലാക്സ് സീഡ്, ചോളം, ജ്വാർ, ബാജ്ര, അങ്ങനെ കുറേ മില്ലറ്റ്സുകളും അതുമാതിരി കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ട് അവർ പൊടിച്ച് തരും. സോയാബീൻ, അങ്ങനെ കുറേ മൾട്ടി ഗ്രെയിൻ ആട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. അപ്പം അങ്ങനെ പല ആട്ടകളും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഞാൻ മിക്സ് ചെയ്തിട്ടല്ല, വേറെ വേറെയാണ് വയ്ക്കാറ്. അങ്ങനെ ആട്ട വേറെ വാങ്ങും, അതുമാതിരി ബാജറയുടെ ആട്ട വേറെ വാങ്ങും. അതൊക്കെ വാങ്ങി വെച്ചിട്ടെങ്കിൽ കുറച്ച് അത് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാകാറ്. അങ്ങനെ 2 ഐറ്റം കൂടി മിക്സ് ചെയ്ത ആട്ടയാണ് ഞാൻ ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് വളരെ നല്ലതാണ്. ഇവിടെ തണുപ്പത്തൊക്കെ വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് ചോളപ്പൊടി. അങ്ങനെയൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചോളപ്പൊടി സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ചോളപ്പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തിയും നോർത്തിൽ ഭയങ്കര പോപ്പുലറാണ്. അപ്പം അങ്ങനെ കുറേ ഐറ്റംസ് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഓരോരോ വീഡിയോ ആയിട്ട്. അപ്പോൾ ചപ്പാത്തി ഇത് കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു തുണി വെച്ച് നമ്മൾ മൂടിയിടുകയാണ്. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഭയങ്കര ചൂടാന്ന്. ശരിക്കും ഭയങ്കര പുഴുക്കും അങ്ങനെ ഒരു കാലാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് നോർത്തിൽ. മഴയുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഹ്യൂമിഡിറ്റി ഒക്കെ ആയിട്ട് ചപ്പാത്തി അധികം ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ബേങ്കൺ ബർത്തി ചപ്പാത്തി ആയിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇട്ട് തന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഐറ്റമാണ്, ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ ഈ ചാനൽ തുടങ്ങാൻ തന്നെ ഒരു കാരണമുണ്ട്. നോർത്തിലെ കുറേ ഭക്ഷണം, അതായത് ഇവർ കഴിക്കുന്ന കുറേ ഐറ്റംസ് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാനും കൂടിയാണ് ഞാൻ ഈ ചാനലിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരെ നന്ദി, നമസ്കാരം.